ഇന്ന് വൈകിട്ടും ഓഫീസിൽ നിന്ന് വന്ന വഴിക്ക് ഞാൻ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കയറി കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി സ്വീറ്റ് കോൺ ഇരിക്കണ്ട നേരെ കൈയോടെ വാങ്ങിച്ചിട്ട് നല്ല എളുപ്പം സ്വീറ്റ് കോൺ ആണ്. അതുകൊണ്ട് തന്നെ ആവിപാത്രത്തിൽ വെച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ നേരം കൊണ്ട് തന്നെ നല്ല സെറ്റായിട്ട് വന്നിട്ട് ഇതിന് ഇത്തിരി മെനുക്ക് പണികളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് മുളക് പൊടിയും ഉപ്പും നാരങ്ങ നീരും കൂടി ഇട്ടിട്ട് പെരട്ടി ഒന്ന് എടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മൂട്ടിൽ നമുക്ക് പപ്പടക്കോലുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ കൊത്തി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കടിച്ചടിച്ചടിച്ച് തിന്നാട്ടോ. അങ്ങനെ ഫൈനലി ഞാനൊരു ബൈറ്റ് എടുത്തിട്ടാ. സൂപ്പറായിരുന്നു കേട്ടോ. നല്ല സ്വീറ്റ് കോണായിട്ട് ഇങ്ങനെ ഇരിക്കണോണ്ട് പക്ഷെ പെട്ടെന്ന് മട്ടിപ്പോവാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഭയങ്കര മധുരമുള്ള സ്വീറ്റ് കോണായിപ്പോയി നമ്മൾ വാങ്ങിച്ചത്. ഫസ്റ്റാണ് കേട്ടോ ഞാനിങ്ങനെ ചോളപ്പും ഇങ്ങനെ വാങ്ങിച്ചിട്ട് നമ്മളിങ്ങനെ പുഴുങ്ങി കഴിച്ചു നോക്കണത്. സംഭവം എന്തായാലും അടിപൊളിയാണ്. നമ്മുടെ മുത്ത് ഇത്ര നേരമായിട്ട് എത്തിയിട്ടില്ല കേട്ടോ. മുത്ത് ഒരു 7 മണിയാകുമ്പോഴേക്കും എത്തിച്ചേരുമെന്ന് ഓർത്തിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കിക്കണം. അങ്ങനെ ദേ നമ്മുടെ മുത്ത് 7 മണിയൊക്കെ ആയപ്പോഴേക്കും എത്തി. അപ്പോൾ പോയി കൊണ്ടുവന്ന് വഴിയിലിറക്കി അപ്പനിട്ടുകൊണ്ട് പോയിട്ട് വരവാണ് കേട്ടോ. പുള്ളിക്കാരൻ ഛർദ്ദിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് നേരത്തെ ഇറങ്ങി വഴിയെ പറയണത് ഛർദ്ദിച്ചില്ല കേട്ടോ അമ്മയെന്നാണ്. അപ്പം എനിക്ക് സന്തോഷമായിട്ടാ. ഇനിയിപ്പോൾ ധൈര്യമായിട്ട് പുള്ളിക്കാരനെ കൊണ്ട് നമുക്ക് എവിടെയെങ്കിലും പോവാം. രാവിലെ ഒരു 1/2 മണിക്കൂർ മുമ്പ് മരുന്ന് കൊടുത്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കൊണ്ടാണ് കേട്ടോ